അഖിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടക്കാൻ പോവുകയാണ്. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളാണ് ഇന്ന് പേട്ടതുള്ളുന്നത്. വാദ്യമേളങ്ങളോടെയും അലങ്കാരങ്ങളോടെയും അകമ്പടിയോടെയാണ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾ നടക്കുക. കൂടാതെ അയ്യപ്പസ്വാമിക്ക് മകരസംക്രമ നാളിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് നാളെ പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്കാണ് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെടുക. തിരുവാഭരണ ദർശനത്തിനായി പന്തളത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവരങ്ങൾ നൽകാനായി എരുമേലി പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും മിഥുനയ്യപ്പനും ഒപ്പം അമ്പലപ്പുഴ ആലങ്ങാട് പേട്ടതുള്ള സംഘത്തിനൊപ്പം മനോജും, പന്തളം ക്ഷേത്രത്തിൽ നിന്ന് മിഥുൻ മുരളിയും ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ എരുമേലിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ നിന്നും മിഥുനയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ്, ഒപ്പം ആത്മീയതയുടെ നിമിഷം. എപ്പോൾ ആരംഭിക്കും പേട്ടതുള്ളൽ? 11 മണിയോട് കൂടിയാണ് പേട്ടതുള്ളൽ ചടങ്ങുകൾക്ക് ആരംഭമാവുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേലി പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, അതായത് കൊച്ചമ്പലം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന് സമീപമാണ്. ഇവിടെ ഇപ്പോൾ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭക്തജനങ്ങളുടെ സാധാരണ ദിവസങ്ങളിൽ ഇത്തരത്തിൽ പേട്ടതുള്ളാനെത്തുന്ന ഭക്തജനങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിശക്തമായിട്ടുള്ള തിരക്ക് ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ പേട്ടതുള്ളൽ ദിവസം അനുഭവപ്പെടുന്നുണ്ട്. 11 മണിയോടെ കൂടിയാണ് ഈ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. ആദ്യം പേട്ടതുള്ളുന്നത് അയ്യപ്പൻ സ്വാമിയുടെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ്. ഈ അമ്പലപ്പുഴ സംഘം സമൂഹ പെരിയോൻ N ഗോപാലകൃഷ്ണ പിള്ളയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ. ഏതാണ്ട് 500ഓളം പേർ അമ്പലപ്പുഴ സംഘത്തിൽ തന്നെ പേട്ടതുള്ളതിന് വേണ്ടി ഉണ്ടാകുമെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. ഈ 11 മണിയോടുകൂടി പേട്ടപ്പണം വയ്ക്കുന്നതോടുകൂടിയാണ് ചടങ്ങുകൾക്ക് ആരംഭമാവുക. അതിന് പിന്നാലെ പേട്ട കെട്ടുകയും ചെയ്യും. ഈ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ശ്രീകൃഷ്ണ പരുന്തിനെ ദർശിക്കുന്നതോടുകൂടിയാണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. അവിടെ ശ്രീകൃഷ്ണ പരുന്തിനെ ദർശിക്കുന്നതോടെ തിടമ്പ് പൂജിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പേട്ട തുടങ്ങും. ഈ അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളലിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇപ്പോൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്ന അയ്യപ്പന്മാരുടെ പോലെ ചായം പൂശിയും അതുപോലെ തന്നെ വലിയ ആഘോഷപൂർവ്വം വാദ്യമേളങ്ങളോടെല്ലാമാണ് ഈ ഒരു പേട്ടതുള്ളൽ നടക്കുന്നത്. അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ നടക്കുന്നത്. ഇവിടെ നിന്ന് കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ടതുള്ളി പിന്നീട് നേരെ വലിയ അമ്പലത്തിലേക്ക്, വലിയമ്പലം എന്നറിയപ്പെടുന്ന എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഏതാണ്ട് ഇവിടെ നിന്നുള്ള ഒരു 1/2 കിലോമീറ്റർ ദൂരം പേട്ടതുള്ളി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും എന്നുള്ള വൈത്താരികളുമായി പേട്ടതുള്ളും. ആചാരാനുഷ്ഠാന പ്രകാരം അമ്പലപ്പുഴ സംഘം ഈ പേട്ടതുള്ളൽ ആദ്യം നിർവഹിക്കും. ഈ എരുമേലി പേട്ടതുള്ളലിലേക്ക്, എരുമേലി ക്ഷേത്രത്തിലേക്ക് ഈ പേട്ടതുള്ളൽ എത്തുന്നതോടുകൂടി പിന്നീട് അവിടെ നിന്ന് ക്ഷേത്ര പ്രദർശനം നടത്തുകയും ദേഹശുദ്ധി വരുത്തി തിരിച്ച് അവരുടെ വിരിവയ്ക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. നാളെയാണ് അവരുടെ ശബരിമല യാത്ര ആരംഭിക്കുക. ഇന്ന് രാത്രി ആഴിപൂജ അടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളും അവർ നടത്തുന്ന ചടങ്ങുകളുടെ ഭാഗമാണ്. അത്തരത്തിൽ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇവിടെ നടക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ്, 2 മണിയോടുകൂടിയാണ് അതുപോലെ തന്നെ ഈ പൊടികൾക്ക് പകരം അവർ ഭസ്മവും കളഭവും ചാർത്തിക്കൊണ്ടാണ് അവരുടെ പേട്ടതുള്ളൽ നടക്കുന്നത്. അവിടെയും ഇത്തരത്തിൽ 500ഓളം പേർ ഈ ആലങ്ങാട് സംഘത്തിനൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആലങ്ങാട് സംഘത്തിൻ്റെ യോഗം പെരിയോൻ AK വിജയകുമാര സ്വാമിയുടെ നേതൃത്വത്തിലാണ് അവരുടെ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു ദിനത്തിലേക്ക് കടന്നു പോവുകയാണ് ശബരിമല തീർത്ഥാടകരെല്ലാം. ഈ മകരവിളക്കിന് മുന്നോടിയായി നടക്കുന്ന ഈ പേട്ടതുള്ളൽ വളരെ വലിയ രീതിയിൽ ഐതിഹ്യ പാരമ്പര്യമുള്ള ഒന്നാണ്. മറ്റൊന്ന് ചരിത്ര പ്രസിദ്ധവും കൂടിയാണ്. നന്മയ്ക്ക് മേൽ തിന്മ വിതച്ച നാശത്തിന് അറുതു വരുത്തിക്കൊണ്ട് തിന്മയ്ക്ക് മേൽ ശബരിമല അയ്യപ്പസ്വാമി മണികണ്ഠസ്വാമി നേടിയിട്ടുള്ള വിജയത്തിൻ്റെ അനുസ്മരണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്മരണകൾ പുതുക്കുന്ന ചടങ്ങുകളാണ് ഇത്തരത്തിൽ ഈ പേട്ടതുള്ളൽ. അത്തരത്തിൽ തന്നെ ഒരു ഐക്യത്തിൻ്റെയും അതുപോലെ തന്നെ ധർമ്മത്തിൻ്റെയും ഒരു പുനഃസ്ഥാപനമായിട്ടാണ് ആ ഒരു കാര്യത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേട്ടതുള്ളൽ ചടങ്ങുകൾക്കും ഈ
ഇതേ വലിയ രീതിയിലുള്ള ഇതേ അർത്ഥതലം തന്നെയാണുള്ളത്. ഒരു ഐക്യത്തിൻ്റെ വലിയ സൂചകം കൂടിയാണ് ഈ പേട്ടതുള്ളൽ. ഏതായാലും പേട്ടതുള്ളൽ ചടങ്ങുകൾക്ക് 11 മണിയോടെ തുടക്കമാകും. ശരി, എന്തായാലും ഭക്തിയുടെ നിറവിൽ തന്നെയാണ് ആഘോഷപൂർവമായ ചടങ്ങ്, ആചാരപൂർവമായ ചടങ്ങ്. ഈ ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെയാണ് ഉള്ളത്. അതായത് മണ്ഡലകാലം തുടങ്ങുമ്പോൾ തന്നെ എരുമേലിയിലെ റോഡുകളിൽ അതായത് ഇതര സംസ്ഥാനങ്ങൾ, ഇപ്പോൾ തമിഴ്നാട്, ആന്ധ്ര കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വരുന്ന അയ്യപ്പ ഭക്തരെ കൊണ്ട് ആ വീതികളൊക്കെ നിറയും. അവർ മണ്ഡലകാലം തുടങ്ങുന്ന വൃശ്ചികം 1 മുതൽ തന്നെ വരുന്നവരെല്ലാം, കാരണം ഈ പേട്ടതുള്ളലിന് എത്താൻ കഴിയാത്ത ആളുകളൊക്കെ വരുന്ന ദിവസങ്ങൾ തന്നെ ചായംപൂശി റോഡിൽ പേട്ടതുള്ളലായി തന്നെയാണ് ഇവരൊക്കെ. അവിടെ ഒരു റോഡിൻ്റെ പകുതി വശം അടച്ച് അയ്യപ്പ ഭക്തർക്ക് വേണ്ടി മാത്രം തുറന്നു കൊടുക്കുന്ന കാഴ്ചയും നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. ആത്മീയതയുടെ ഒരു ആചാരം എന്ന് നമുക്ക് വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. കാരണം പന്തളത്ത് മിഥുൻ മുരളി ചേരുന്നുണ്ട്. പന്തളത്ത് നിന്ന് പന്തളത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ശബരിമലയിലേക്ക് 1 വർഷത്തെ കാത്തിരിപ്പാണ്. തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കാണാൻ 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മകരവിളക്ക് ദിവസം അവിടേക്ക് എത്തുന്ന ഭക്തരുണ്ട്. ഒപ്പം തന്നെ ശബരിമലയിലേക്ക് പോകാൻ സാധിക്കാത്തവർക്ക് തിരുവാഭരണം കാണാൻ പന്തളം ക്ഷേത്രത്തിലേക്ക്, പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തും. അവിടെ തിരുവാഭരണ ദർശനം ഉണ്ട്. അപ്പോൾ മിഥുൻ മുരളി പന്തളത്ത് നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, അവിടേക്കും പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കും ഭക്തരുടെ വലിയൊരു ഒഴുക്ക് തന്നെയല്ലേ ഉള്ളത്? നിഖിൽ, പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഭക്തജന തിരക്ക് തുടരുകയാണ്. ഭക്തജന പ്രവാഹമാണ്. തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടാൻ 1 ദിവസം മാത്രം ശേഷിക്കെ ഭഗവാന്റെ തിരുവാഭരണം കണ്ട് ദർശിക്കുന്നതിന് വേണ്ടി അയ്യപ്പ തീർത്ഥാടകരും ഒപ്പം തന്നെ അയ്യപ്പ ഭക്തരും വലിയ രീതിയിലേക്കാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മണ്ഡലകാലത്തും മകരവിളക്ക് തീർത്ഥാടന കാലത്തും വലിയ തിരക്ക് പന്തളം ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടിരുന്നു. നാളെ രാവിലെ 4:30 സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും ക്ഷേത്രത്തിന് തിരുമുറ്റത്തേക്ക് ഈ തിരുവാഭരണ പേടകം വയ്ക്കും. തിരുവാഭരണ പേടകം തുറന്നു വെച്ച് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകും. നാളെ 4:30 പുലർച്ചെ 4:30 ദേവസ്വം ബോർഡിന് പന്തളം കൊട്ടാരം പ്രതിനിധികൾ ഈ തിരുവാഭരണ പേടകം കൈമാറും. 5 മണി മുതൽ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് കൊടിമര ചുവട്ടിലാണ് തിരുവാഭരണ ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുക. ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ള തിരുവാഭരണ ദർശനം നാളെ ഉണ്ടാകുക. വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ മണ്ഡലകാലത്തും മകരവിളക്ക് തീർത്ഥാടന കാലത്തും വലിയ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടതുകൊണ്ട് അതുകൊണ്ട് തന്നെ നാളെ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത. എല്ലാ തവണയും വലിയ തിരക്ക് അത് ശബരിമല തീർത്ഥാടകർ മാത്രമല്ല, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെല്ലാം ധാരാളമായി നാളെ പന്തളത്തേക്ക് ഒഴുകിയെത്തും. ശരണമന്ത്രമുഖരിതമായിട്ടുള്ള ഭക്തിസാന്ദ്രമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നാളെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെടും. നാളെ കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയാണ് ഈ തിരുവാഭരണ വാഹക പേടകത്തിൻ്റെ ഗുരുസ്വാമി. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പുലർച്ചെ തന്നെ തിരുവാഭരണ പേടക സംഘം ഇവിടേക്ക് എത്തും. 11:45 തിരുവാഭരണ പേടക സംഘത്തിന് സ്വീകരണം. വലിയ തമ്പുരാൻ ഭസ്മം നൽകി ഇവരെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കും. പിന്നീട് തൃക്കേട്ടനാൾ രാജരാജവർമ്മ തമ്പുരാനാണ് ഇത്തവണത്തെ രാജപ്രതിനിധിയുടെയും ആചാരപരമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ പൂർത്തിയാക്കി ക്ഷേത്രത്തിൽ നിന്നും മേൽശാന്തി 11:45 ഉടവാൾ വലിയ തമ്പുരാന് കൈമാറും. വലിയ തമ്പുരാൻ അത് ഈ തവണത്തെ രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ തമ്പുരാന് കൈമാറും. രാജരാജവർമ്മ തമ്പുരാൻ ആചാരപരമായി ഈ ഉടവാളുമായിട്ട് പല്ലക്കിലേറി ക്ഷേത്രത്തിൽ നിന്നും ആദ്യം പുറപ്പെടുന്നതോടെ ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് തുടക്കമാവുകയും ചെയ്യും. തൃക്കേട്ടനാൾ രാജരാജവർമ്മ തമ്പുരാൻ ഇത്തവണത്തെ രാജപ്രതിനിധി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹമാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളിൽ ഏറ്റവും കാർമ്മികത്വം വഹിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സ്ഥാനീയനായിട്ടുള്ള തൃക്കേട്ടനാൾ രാജരാജവർമ്മ തമ്പുരാൻ. അദ്ദേഹം ഇവിടുന്ന് പല്ലക്കിൽ പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നതോടുകൂടിയാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സന്നിധാനത്ത് ശബരിമലയിൽ എത്തിയതിനു ശേഷം മകരസംക്രമ നാളിൽ തിരുവാഭരണം ചാർത്തിയുള്ള മറ്റ് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷവും അദ്ദേഹം അവിടെ തുടരും. ജനുവരി 20 വരെയാണ് ക്ഷേത്രനട തുറന്നിരിക്കുന്നത്. ജനുവരി 20 ഭഗവാനെ ദർശിക്കുന്നതിനുള്ള അനുവാദം ഈ രാജപ്രതിനിധിക്ക് മാത്രമാണുള്ളത്. അദ്ദേഹം അവിടെ നിന്നും 18-ാം പടി ഇറങ്ങി പോരുന്നതോടുകൂടിയാണ് ഈ തവണത്തെ മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനമാവുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ ചടങ്ങിന്റെ തിരുവാഭരണ ഘോഷയാത്ര ചടങ്ങിന്റെ ആചാരപരമായിട്ട് പരമപ്രധാനിയനായിട്ടുള്ള തൃക്കേട്ടനാൾ രാജരാജവർമ്മ തമ്പുരാൻ രാജപ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്വാമി ശരണം. എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് അങ്ങയുടെ ഈ ഘോഷയാത്ര
പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി. സ്വാമി ശരണം. തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃശ്ചിക 1-ാം തീയതി പന്തളത്ത് വന്നിട്ട് ഞങ്ങളുടെ തേവാരപ്പരയായിരുന്ന ഈ അയ്യപ്പത്തിൻ്റെ അമ്പലത്തിൽ 12 ദിവസം കുളിച്ചു തൊഴും. അതൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം തിരുവാഭരണം പുറപ്പെടുന്നതിന് മുമ്പ് 12 ദിവസം മുമ്പ് വന്നിട്ട് വീണ്ടും 12 ദിവസം കുളിച്ചു തൊഴുത് അച്ചൻകോവിൽ ഈ വർഷമാണെങ്കിൽ അച്ചൻകോവിൽ രഥോത്സവം കൂടിയുള്ള സമയമായിരുന്നു. അപ്പോൾ അച്ചൻകോവിലിൽ പോയിട്ട് അവിടെ ആ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് വരികയുണ്ടായി. പിന്നെ ഇവിടെ അടുത്തുള്ള കുറേ ക്ഷേത്രങ്ങളുണ്ട്. ശാർങ്ങക്കാവ് ദേവീക്ഷേത്രമുണ്ട്, പിന്നെ കുളനട ഭഗവതി ക്ഷേത്രമുണ്ട്, താഴ്ത്തമ്പലം എന്ന് പറയുന്ന മഹാദേവ ക്ഷേത്രമുണ്ട്. അങ്ങനെ ഇവിടെ ലോക്കലായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പിന്നെ ദിവസവും ഇവിടെ കാലത്ത് കുളിച്ച് തൊഴുത് അയ്യപ്പനെ തൊഴുത ശേഷം തിരുവാഭരണം തൊഴുകും. അതിനുശേഷം ഇവിടെ 2 തേവാരപ്പരയുണ്ട് ഞങ്ങൾക്ക്. ആ 2 തേവാരപ്പരകളിലും തൊഴുത് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് വ്രതമൊന്നുമില്ല. ഈ കുളിച്ച് തൊഴുത് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. കൊട്ടാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? തയ്യാറെടുപ്പുകളെല്ലാം? കൊട്ടാരത്തിൽ ഒരു കമ്മിറ്റിയുണ്ട്, നിർവാഹക സംഘം എന്ന് അറിയപ്പെടുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അപ്പോൾ അതായത് മാനേജിങ് കമ്മിറ്റി അവരാണ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അതെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ഏറ്റവും പരമസ്ഥാനീയനായ അങ്ങാണ്. അപ്പോൾ അങ്ങ് പടിയിറങ്ങുന്നതോടെയാണ് 20-ാം തീയതി ശബരിമല നട പൂർത്തിയാക്കുന്നത്. ഇത് ഘോഷയാത്രയോടൊപ്പം തന്നെ അനുഗമിച്ച് അങ്ങ് ശബരിമല സന്നിധാനത്ത് അയ്യപ്പ സന്നിധിയിലേക്ക് എത്തിയതിന് ശേഷം അവിടെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇവിടുന്ന് 12-ാം തീയതി അതായത് ധനു 28-ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ പല്ലക്കിലേറി അടുത്ത അമ്പലത്തിൻ്റെ അടുത്ത് വരെ പോകും. അത് കഴിഞ്ഞ് വലിയ തമ്പുരാട്ടിയുടെ അനുഗ്രഹം വാങ്ങി അവിടുന്ന് വാൾ വാങ്ങിച്ച് ആണ് പുറപ്പെടുന്നത്. അപ്പോൾ അമ്പലത്തിൽ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജകളും ഇതെല്ലാം കഴിഞ്ഞിട്ട് വലിയ തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് വാൾ വാങ്ങിച്ചാണ് യാത്ര തിരിക്കുന്നത് തന്നെ. അത് കഴിഞ്ഞ് പല്ലക്കിൽ അവിടെ എത്തിയ ശേഷം ഈ അടുത്ത് ഞാൻ പറഞ്ഞില്ല ആ അമ്പലത്തിൻ്റെ അടുത്ത് വരെ എത്തിയ ശേഷം വലിയ തമ്പുരാട്ടിയെ പോയി കൊട്ടാരത്തിൽ പോയിട്ട് കണ്ട് അവിടുന്ന് ഭസ്മവും ഇതെല്ലാം വാങ്ങിച്ചിട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശബരിമല എത്തിക്കഴിഞ്ഞാൽ തന്ത്രിയും മേൽശാന്തിയോ വന്നിട്ട് 18-ാം പടിയുടെ താഴെ നമ്മളെ കാല് കഴുകി മാലയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവിടുത്തെ നടക്കുന്ന ചടങ്ങുകൾ എല്ലാം നമ്മുടെ ഒരു സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. ഇതൊക്കെ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്നേ ഞാൻ കാണുന്നുള്ളൂ. ഈ കൊട്ടാരത്തിൽ ജനിച്ച കാരണം മാത്രം കിട്ടുന്നൊരു മഹാഭാഗ്യമായിട്ടാണ്. അതെ. അത് കഴിഞ്ഞ് അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 20-ാം തീയതി ആണ് ശബരിമല നടയടച്ച് അതിൻ്റെ താക്കോൽ ഒരു പണക്കിഴിയുമായിട്ട് നമുക്ക് തരും, രാജപ്രതിനിധിക്ക് തരും. ആ രാജപ്രതിനിധി അത് തിരിച്ച് കൊടുത്ത് അടുത്ത വർഷത്തെ ചെലവിനുള്ള ഇത് പണം എന്ന് പറഞ്ഞിട്ട് പണക്കിഴിയും കൊടുക്കും. ആ താക്കോലും തിരിച്ചു കൊടുക്കുകയാണ്. അപ്പം നട അടച്ച് താക്കോൽ വാങ്ങിക്കുന്ന രാജപ്രതിനിധിയാണ്. വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഈ മണ്ഡലകാലത്ത് അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പന്തളത്ത് അനുഭവപ്പെട്ടത്. നല്ല തിരക്കുണ്ട്. ഈ വർഷം എല്ലാം കൊണ്ടും ഒരു വളരെ തെളിഞ്ഞ അന്തരീക്ഷമായിട്ട് കാണുന്നു. ഭഗവാന്റെ ഒരു കൃപ അത് ആ വലിയൊരു അനുഗ്രഹം ലഭിച്ചതിൻ്റെ സന്തോഷമാണ് ഇപ്പോഴുള്ളത് അല്ലേ? ആ ആനന്ദ നിവൃത്തിയിലാണ് സംസാരിക്കുന്നത്. അത് ആ ഒരു സന്തോഷത്തിലാണ്. അപ്പം നാളെ ഇത് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഒരു വിഘ്നങ്ങളും ഇല്ലാതെ അവിടെ ചെന്ന് തൊഴാൻ പറ്റുക, അവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി ചെയ്യാൻ പറ്റുക, അതാണ് ആഗ്രഹം.
ഇപ്പോൾ വരുന്ന ഭക്തജനങ്ങൾക്ക് പന്തളം രാജപ്രതിനിധിയെ സന്ദർശിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഭസ്മം നൽകി അവരെ അനുഗ്രഹിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളുണ്ട്, അങ്ങനെയുണ്ട്? ഇവിടെ ഇരുന്നിട്ട് ഇന്നലെ വരെ ഞാനിവിടെ ഇരുന്ന് ഭസ്മം കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു 1-ാം തീയതി ഞാൻ പറഞ്ഞില്ലേ, ധനു 28-ന് മുമ്പുള്ള 12 ദിവസം ഇതിലൊരു 10 ദിവസം ഞാനിവിടെ ഇരുന്ന് ഭസ്മം ഒക്കെ കൊടുക്കും. നാളെ രാവിലെ 5 മണിയോട് കൂടിയാണ് ക്ഷേത്രത്തിന് മുൻപിലുള്ള ദർശനം. 4 മണി കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് തിരുവാഭരണം എടുത്ത് 5 മണിക്ക് ആണ് ദർശനം തുടങ്ങുന്നത്. ആൾക്കാർക്ക് പൊതുജനങ്ങൾക്കുള്ള ദർശനം 5 മണി. 12:45 കൂടിയാണ് നമ്മുടെ സ്വീകരണം, രാജപ്രതിനിധിയുടെ മറ്റു സ്വീകരണങ്ങളും കാര്യങ്ങളും ചടങ്ങുകളൊക്കെ തുടങ്ങുന്നത് ഏത് സമയം? ഒരു 11 മണി കഴിയുമ്പോഴത്തേക്ക് അമ്പലത്തിലേക്ക് കൊണ്ടുവരും. വലിയ തമ്പുരാനെയും രാജപ്രതിനിധിയെയും അമ്പലത്തിലേക്ക് കൊണ്ടുവരും. കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് ആ ചടങ്ങുകളെല്ലാം ശേഷം 12 മണിയോടുകൂടി പൊതുജനങ്ങൾക്കുള്ള ദർശനം ഇത് അവസാനിക്കും. അത് കഴിഞ്ഞ് അകത്ത് ഉള്ള പൂജകളൊക്കെ കഴിഞ്ഞ് ശബരിമലയ്ക്ക് പുറപ്പെടും. വളരെ നന്ദി നിങ്ങളുടെ ഈ സമയം സംസാരിച്ചതിന്. ആ ഒരു ആനന്ദ നിർവൃത്തിയോടുകൂടി പന്തളം രാജസ്ഥാനിയനായിട്ട് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് കർമ്മയുദ്ധം വഹിച്ചുകൊണ്ട് പോകുന്നതിനുള്ള ആ ആനന്ദ നിർവൃത്തിയോടുകൂടിയാണ് തൃക്കേട്ടനാൾ രാജരാജവർമ്മ തമ്പുരാൻ ഇപ്പോൾ ജനം ടിവിയോട് സംസാരിച്ചത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. കൊട്ടാരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ സ്വീകരിക്കുന്നതിനുള്ള മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പന്തളത്ത് പുരോഗമിച്ചിട്ടുമുണ്ട്. എന്തായാലും ഭക്തജനത്തിരക്ക് തുടരുകയാണ്. 83 കിലോമീറ്ററാണ് പന്തളത്ത് നിന്നും ശബരിമലയിലേക്കുള്ള തിരുവാഭരണ പാത. ഈ പാതകളിലെല്ലാം വിവിധ ഭാഗങ്ങളിൽ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും മറ്റ് സംഘടനകളുടെയും എല്ലാം ആ നേതൃത്വത്തിലുള്ള തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ, സ്വീകരണങ്ങൾ എല്ലാം ഉണ്ടാകും. 11 ഇടത്താണ് ഈ തിരുവാഭരണ പെട്ടി തുറന്ന് ഭക്തജനങ്ങൾക്ക് അത് ദർശിക്കുന്നതിനുള്ള തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള സൗകര്യവും ഉള്ളത്. കുളനട ഭഗവതി ക്ഷേത്രം, ഉളന്നൂർ ദേവീക്ഷേത്രം, കുറിയാനപ്പള്ളി ദേവീക്ഷേത്രം, പാമ്പാടിമൺ അയ്യപ്പ ക്ഷേത്രം, അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രം, തിരുവാഭരണപ്പാറ, ഇടക്കുളം അയ്യപ്പ ക്ഷേത്രം, വടശ്ശേരിക്കര ചെറുകാവ് ദേവീക്ഷേത്രം, പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രം, കൊട്ടാരത്തിൽ ശ്രീരാജ ജയശ്രീ മണ്ഡപം, ലാഹ വനം വകുപ്പ് സത്രം എന്നിങ്ങനെ 11 സ്ഥലങ്ങളിൽ ഭക്തജനങ്ങൾക്ക് തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള സൗകര്യമുണ്ടാകും. ഈ ഭാഗങ്ങളിലെല്ലാം വലിയ തിരുവാഭരണ ദർശനത്തിനായി പന്തളം ക്ഷേത്രത്തിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ മകരവിളക്കിന്.